ഇന്ന് ലാലേട്ടൻ വന്നിട്ട് സിബിൻ ഒരു ആംഗ്യം കാണിച്ചതിനെ വളരെ നിശിതമായി വിമർശിക്കുകയും അടിപൊളിയൊരു ശിക്ഷ കൊടുക്കുകയും ചെയ്തു. എന്തായാലും സിബിൻ കാണിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ചേഷ്ട തന്നെയാണ്. അതിനെ ആരും തന്നെ ന്യായീകരിച്ചില്ല, ആരും തന്നെ ന്യായീകരിക്കുന്നുമില്ല. പക്ഷേ ഇതേപോലെ തന്നെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയും അപമാനിക്കുകയും ചെയ്ത വേറൊരു മത്സരാർത്ഥി കൂടി അവിടെയുണ്ട്, ജാസ്മിൻ. പക്ഷേ ജാസ്മിൻ ചെയ്ത ഒരു പ്രവൃത്തിയും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. മാത്രമല്ല സിബിൻ സോറി പറയുന്നുണ്ട്. ഇത് ജാസ്മിനോട് ചെയ്തതല്ല, ആ മൊത്തം സിറ്റുവേഷനിലുണ്ടായ ഒരു പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ ആയിരുന്നു. അതിലുള്ള ഫ്രസ്ട്രേഷനാണ് സിബിൻ കാണിച്ചത്. ഇത് പ്രത്യേകിച്ച് ജാസ്മിനോട് കാണിച്ചതല്ല, ഹോൾ സിറ്റുവേഷനെ സഹിക്കാൻ വയ്യാതെ കാണിച്ചൊരു ചേഷ്ടയാണ്. എന്തായാലും തെറ്റ് അംഗീകരിക്കുകയും സിബിന് എല്ലാവരോടും ജാസ്മിനോടും ഒക്കെ ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഈ ഒരു ക്ഷമ ഏറ്റെടുക്കാൻ പോലും ജാസ്മിൻ തയ്യാറായിട്ടില്ല. എന്നിട്ടും ഇത് സ്വീകരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ജാസ്മിനെ പൊക്കി പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. എന്നാൽ ജാസ്മിൻ പറഞ്ഞ വാക്കുകൾക്കോ ജാസ്മിൻ പറഞ്ഞ മോശം വാക്കുകൾക്കോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള കോൺസിക്വൻസസോ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല സ്ത്രീകളോട് വളരെ നന്നായിട്ട് ഇടപെടണമെന്ന് എല്ലാവർക്കും ഒരു ഉപദേശവും ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീകൾ മാത്രമാണ്, സ്ത്രീകൾക്ക് എന്തും പറയാം, പക്ഷേ സ്ത്രീകളെ എല്ലാവരും ബഹുമാനിക്കണം, എന്നാൽ സ്ത്രീകൾ എന്തും പറഞ്ഞാൽ നിങ്ങളതൊക്കെ സഹിച്ച് നിൽക്കണം എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ലാലേട്ടൻ ഇന്ന് സംസാരിച്ചത്. സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതേപോലെ തന്നെ പുരുഷന്മാരെയും റെസ്പെക്റ്റ് ചെയ്യണ്ടേ? ഈ സ്ത്രീകളെ മാത്രം റെസ്പെക്റ്റ് ചെയ്താൽ മതിയോ? നാഴികയ്ക്ക് 40 വട്ടം പറയുന്നതാണ് ഈ ഷോ എന്ന് പറയുന്നത്. എല്ലാവരും ഈക്വലാണ്. ഈ ജിൻഡോയും സിബിനെയും ഒക്കെ എന്ത് മോശമായിട്ടാണ് ജാസ്മിൻ പറയാറുള്ളത്, ഗാബ്രി പറയാറുള്ളത്. പക്ഷേ അതിനൊന്നും ഒരു പ്രശ്നമില്ല. മാത്രമല്ല ഇവർ കാണിക്കുന്ന ക്രിഞ്ചായിട്ടുള്ള ഓരോ ആക്ഷൻസും, പ്രത്യേകിച്ചും ആ ഒരു ജയിലിൽ കിടക്കുന്ന സമയത്തും ജിൻഡോയുടെ മേലെ കൂടെ നിന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നതും, അങ്ങനെ എല്ലാ രീതിയിലും ക്രിഞ്ചായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഇരുവരും കാണിക്കുന്നത്. പക്ഷേ അതിനെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ചീത്ത വാക്കുകൾ മോശമാണെന്ന് പറയുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പകരം സിബിൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് ശിക്ഷയും കൊടുത്തു. അപ്പോൾ തന്നെ പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ രീതിയിലും സിബിനെ അപമാനിച്ചു. എന്നാൽ ജാസ്മിൻ ചെയ്ത പ്രവൃത്തികൾക്കൊന്നും ഒരു കുറ്റവുമില്ല, ആരും അത് സംസാരിച്ചിട്ടുമില്ല. മാത്രമല്ല ജാസ്മിൻ ചെയ്ത എന്തോ മഹാ കാര്യമാണ് സിബിൻ മാപ്പ് പറഞ്ഞപ്പോൾ സ്വീകരിച്ചതെന്ന് ഒരു വലിയ കള്ളത്തരവും ലാലേട്ടൻ പറയുകയുണ്ടായി. കാരണം സിബിൻ്റെ മനസ്സിലെ നന്മ കൊണ്ട് കുറ്റമേറ്റു പറഞ്ഞ് ക്ഷമ ചോദിച്ചു. അത് സ്വീകരിക്കാൻ പോലുമുള്ള മനസ്സ് ജാസ്മിൻ കാണിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. എന്തായാലും ഈ നീതിന്യായം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ബിഗ് ബോസ് കുറച്ചും കൂടെ ന്യായപരമായ രീതിയിൽ എല്ലാവരും ഈക്വൽ എന്ന രീതിയിൽ ഡീൽ ചെയ്തിരുന്നെങ്കിൽ പ്രേക്ഷകർ കുറച്ചുകൂടി ഈ ഒരു ഷോ എൻജോയ് ചെയ്യും. അല്ലെങ്കിൽ ഇത് വളരെ എന്താ പറയുക, പ്രേക്ഷകർ എൻജോയ് ചെയ്യാത്തൊരു ഷോ ആയിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബിഗ് ബോസ് റിവ്യൂസിനും അതുപോലെ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കുമായിട്ട് നമ്മുടെ മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി.